ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. താമസ സ്ഥലത്ത് ഒഡീഷ യുവതി ഇരട്ടകൾക്ക് ജന്മം നൽകി. തുവൂരിൽ അടയ്ക്കാക്കളത്തിൽ ജോലി ചെയ്യുന്ന ഒഡീഷ യുവതിയാണ് താമസ സ്ഥലത്ത് ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയത്. തുവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പ്രൈമറി ഹെൽത്ത് നഴ്സ് ലിജി ജോർജിന്റെയും ആശാ വർക്കർ പ്രസന്നയുടെയും അവസരോചിത ഇടപെടൽ അമ്മയും കുഞ്ഞും സുരക്ഷിതരായിരിക്കുന്നു. ഒഡീഷയിലെ രഘുബാരി സ്വദേശിനി ജുറുളുമാജി വെള്ളിയാഴ്ചയാണ് താമസ സ്ഥലത്തെ തറയിൽ പ്രസവിച്ചത്. താമസ സ്ഥലത്ത് പ്രസവം നടന്ന വിവരം അറിഞ്ഞാണ് ലിജി എത്തി കുട്ടികൾക്കും അമ്മയ്ക്കും പ്രാഥമിക പരിചരണം നൽകിയത്. 2024 സെപ്റ്റംബറിലാണ് ലിജി ഗർഭിണിയായ ജുറുളുമാജിയെ കണ്ടത് മുതൽ പരിചരണം നൽകി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയ സ്കാനിങ്ങിൽ ഇരട്ട കുട്ടികളെയാണ് യുവതി ഗർഭം ധരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമായി. ഹിന്ദി പോലും അറിയാത്ത ജുറുളുമാജിയുടെ കുടുംബവുമായിട്ടുള്ള ആശയവിനിമയം വലിയ പ്രയാസമുണ്ടാക്കി. ഒഡീഷ്യ ഭാഷ മാത്രം സംസാരിക്കുന്ന യുവതിയോടും കുടുംബത്തിനോടും പ്രസവത്തിന് നാട്ടിലേക്ക് പോകാൻ നിർദ്ദേശിച്ചെങ്കിലും അനുസരിക്കാൻ തയ്യാറായില്ല. കൃത്യമായ തീയതി അറിയാത്തതിനാൽ ആരോഗ്യവകുപ്പിന് മുൻകരുതൽ എടുക്കാനും കഴിഞ്ഞില്ല. വേദന അനുഭവപ്പെട്ടാൽ വിവരം അറിയിക്കണം എന്ന നിർദ്ദേശം പോലും പാലിച്ചില്ല. അടയ്ക്കാക്കളം ഉടമയാണ് ജുറുളുമാജി പ്രസവിച്ച വിവരം ലിജിയെ അറിയിച്ചത്. വെള്ളിയാഴ്ച പകൽ 10:50 ആൺകുട്ടിക്ക് ജന്മം നൽകുകയും 11:30 പെൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. അശാസ്ത്രീയമായ രീതിയിൽ പുക്കിൾക്കൊടി മുറിച്ചതടക്കം നിരവധി ഗുരുതര വീഴ്ചകൾ വരുത്തി വെച്ചതിനാൽ പ്രസവശേഷം എത്തിയ ലിജി ആദ്യം അമ്മയ്ക്ക് നൽകേണ്ട പ്രാഥമിക പരിചരണം പെട്ടെന്ന് പൂർത്തിയാക്കി. പെൺകുട്ടിക്ക് തൂക്കക്കുറവ് ഉൾപ്പെടെ അനുഭവപ്പെട്ടതിനാൽ മതിയായ പരിചരണം നൽകുന്നതിന് 3 പേരെയും ലിജി ആശാപ്രവർത്തക പ്രസന്നയുടെ സഹായത്തോടെ ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അമ്മയുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ലിജിയും പ്രസന്നയും മടങ്ങിയത്. പിന്നെ ഇവർക്ക് ഒറീസ ഭാഷയാണ്, മലയാളം ഹിന്ദി ഇവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് സാറുണ്ട്. സാറിൻ്റെ സഹായത്തോടു കൂടിയാണ് അവരുടെ കുറേ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിച്ചത്. അങ്ങനെ നമ്മളെല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്ത് പിന്നെ ഇവരെ മഞ്ചേരിക്ക് വിടാൻ വേണ്ടി സ്കാൻ ചെയ്യണം. ഇവർ കറക്റ്റ് ഡേറ്റ് അറിയില്ല, എന്നാണ് LMB എന്നുള്ളത്, ലാസ്റ്റ് മെൻസസ് പീരീഡ് എന്നാന്ന് ഇവർക്ക് അറിയില്ല. അപ്പോൾ അതിനുവേണ്ടി സ്കാനിങ്ങിന് പോകാൻ വേണ്ടി ഇവർ പോവില്ലായിരുന്നു. അവസാനം നമ്മൾ ഇവരുടെ ഓണറായിട്ട് കണ്ടു. ഓണറുടെ വലിയൊരു സഹായത്തോടു കൂടിയാണ് വണ്ടി അറേഞ്ച് ചെയ്തൊരു മഞ്ചേരി പോയത്. അങ്ങനെ മഞ്ചേരി പോയി സ്കാനിങ് എല്ലാം ചെയ്ത് വന്നു. എൻ്റെ സൂപ്പർവൈസർ അമ്പിളി സിസ്റ്റർ PHN സിസ്റ്ററോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സിസ്റ്റർ നിർദ്ദേശപ്രകാരം വേണ്ട കാര്യങ്ങളെല്ലാം ഇവർക്ക് കൊടുത്തു. അതുപോലെ ഞാനിപ്പോൾ തൂര് PSC ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ആ ഏരിയ കൂടിയാണ് മാക്സിമം പോകാറ്. അപ്പോൾ നമ്മൾ സ്കാൻ കഴിഞ്ഞപ്പോൾ ഒരു ട്വിൻസാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിവരോട് നാട്ടിൽ പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇവർക്ക് വേറെ ആരും ഇല്ല. അപ്പോൾ അവർ അത് പോകാനായിട്ട് വില്ലിങ് ആയില്ല. അങ്ങനെ ഇവർക്ക് പെയിൻ വന്നു, പ്രസവിച്ചു. ഇവർക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ സദാസമയം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രസന്ന ആശാവർക്കർ പോകുന്ന സമയത്ത് ആ റിപ്പോർട്ടുകളെല്ലാം എനിക്ക് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ കെയറും നമ്മളിവർക്ക് കൊടുത്തതാണ്. 2 TT കൊടുത്തു, അയണും കാൽസ്യം കൊടുത്തു, മഞ്ചേരി വിട്ട് സ്കാൻ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. അങ്ങനെ ഡെലിവറി ആയി. അതിൻ്റെ ഓണറാണ് ഞങ്ങളെ വിളിച്ചത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഓടി അവിടെ വന്നു. വേണ്ട കാര്യങ്ങളും പ്രഥമ ശുശ്രൂഷകളെല്ലാം കൊടുത്തു. അപ്പോൾ തന്നെ 108 വിളിച്ചു. ഞാൻ ആദ്യം കരുവാരൂരിലാണ് വർക്ക് ചെയ്തത്. കരുവാരൂരിൽ 108 തന്നെയാണ് നമ്മൾ വിളിച്ചത്. അങ്ങനെ ഞാനും ആശയും കൂടി ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിച്ചതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ ഭയക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു കുട്ടിക്ക് ചെറിയൊരു ഹാർട്ട് ബീറ്റിൻ്റെ പ്രശ്നമുണ്ട്. ആ കുട്ടി ഇപ്പോൾ നിലവിൽ ICUവിലാണ്. എന്തായാലും അമ്മയും കുട്ടികളും സുരക്ഷിതരായിരിക്കും. ആദിവാസി യുവതികളുടെ അടക്കം പലർക്കും പ്രസവ സുരക്ഷ ഒരുക്കുന്നതിൽ ഇടപെട്ട ലിജിയുടെ സഹായം തന്നെയാണ് ഒഡീഷ യുവതിക്കും മക്കൾക്കും കാവലായി മാറിയത്. ന്യൂസ് ബ്യൂറോ, തുവൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.